ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ്? 5 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ പത്മശ്രീ, ഓപ്ഷൻ ബി പത്മഭൂഷൺ, ഓപ്ഷൻ സി പരംവീര ചക്ര, ഓപ്ഷൻ ഡി ഭാരതരത്ന, ഓപ്ഷൻ ഇ പത്മവിഭൂഷൺ. പത്മശ്രീയാണോ, പത്മഭൂഷണാണോ, പരംവീരചക്രയാണോ, ഭാരതരത്നയാണോ, പത്മവിഭൂഷണാണോ? ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ്. സാറ് ഞാന് ഇതില് പത്മശ്രീ, പത്മഭൂഷൺ ഇതെല്ലാം വ്യക്തികൾക്ക് കൊടുക്കുന്ന ഓരോ സന്ദർഭത്തിലായിട്ട് ഓരോ മേഖലകളിൽ പ്രഗത്ഭരായവർക്ക് കൊടുക്കുന്ന ഓരോ ഇതാണ്. സൂക്ഷിച്ച് ആൻസർ പറയണം. 20 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. തെറ്റിയാൽ ഒന്നും കിട്ടില്ല. അങ്ങനെയുണ്ട്. പിന്മാറിയാൽ ഏത് സമയത്ത് പിന്മാറിയാലും താങ്കൾക്ക് ആദ്യം ലഭിച്ച തുകയുടെ 50% 5 ലക്ഷം രൂപ കിട്ടും. സർ ഭാരതരത്ന സർ ഞാൻ പറയുന്നു ഓപ്ഷൻ ഡി ഭാരതരത്ന. ഒരു പട്ടാളക്കാരന്റെ ഭാര്യയാണ്. വീടും നാടും സംരക്ഷിക്കുന്ന പട്ടാളക്കാരന്റെ ഭാര്യ പറയുന്നു ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഭാരതരത്ന. അറിഷ്വർ ഉറപ്പായിട്ട് സർ. ഭാരതത്തിന്റെ രത്നങ്ങളല്ലേ എല്ലാം. ഭാരതരത്ന തന്നെയാണ് സർ. എനിക്ക് സാറിന്റെ ചിരിക്കുന്ന മുഖം മതി ഉത്തരത്തിന്. അപ്പോ കവിത പറഞ്ഞ ഉത്തരം, KSRTCയെ സാക്ഷിയാക്കി കവിത പറഞ്ഞ ഉത്തരം, ഇത്രകാലവും സർവീസ് നടത്തിയ എല്ലാ KSRTC ബസ്സുകളെയും മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് അല്ലേ, ഓർമ്മയിൽ എടുത്തുകൊണ്ട് പറഞ്ഞ ഉത്തരം ഡി ആണ് പറഞ്ഞത്, ഭാരതരത്ന. താങ്കൾ പറഞ്ഞ 20 ലക്ഷത്തിന്റെ ഉത്തരം, താങ്കൾ പറഞ്ഞ ഉത്തരം എന്റെ ഹാർട്ട് ബീറ്റ് കൂട്ടി 100-നപ്പുറം കൊണ്ടുപോയി സാർ. എന്താ ചെയ്യുക? താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 20 ലക്ഷം രൂപയുടെ 2 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു. ഭാരതരത്നയാണ് ഏറ്റവും പരമോന്നതമായ സിവിലിയൻ ബഹുമതി. ഇത് സംരക്ഷണം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഹസ്ബൻഡ് കാണില്ലേ? അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് മഹാരാഷ്ട്രയിൽ പോയിട്ടുണ്ടോ? ഇല്ല സർ, അവിടെ നക്സൽ ഏരിയയാണ്. എന്നോട് പറഞ്ഞു 2 യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ നക്സലുകളോടും പറ്റത്തില്ല. മറ്റേതാകുമ്പോ ഭാര്യയെ കുറിച്ച് നല്ല ധാരണയാണ്. അല്ല, അവിടുത്തെ ഒരു കണ്ടീഷൻ എങ്ങനെയാ സാർ. പക്ഷെ എന്നെ ശ്രീനഗറൊക്കെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം, ഒരു പട്ടാളക്കാരന്റെ ഭാര്യ ആയതുകൊണ്ട് അവിടെയൊക്കെ വളരെ അഭിമാനത്തോടെ പറയാം സാർ. എനിക്ക് കവിതയ്ക്ക് പണം ഒരുപാട് ഉണ്ടാക്കാനുള്ള ആർത്തിയുണ്ടോ? ഇല്ല സാർ, ഒരിക്കലും ഇല്ല. പക്ഷെ നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പണം ഉള്ളവർക്ക് സ്ഥാനമുണ്ടോ? പണം ഉള്ളവർക്ക് സ്ഥാനം ഇല്ല സാർ. ഇല്ലല്ലേ? ഇല്ല.